വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. ടാർഗറ്റ് സീരീസിൽ 2024 പുതിയൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 19 ആണ്. നമ്മുടെ ടാർഗറ്റ് സീരീസ് എന്ന് പറയുന്നത് ചെറിയൊരു ഇൻട്രഡക്ഷൻ തരട്ടെ. നമ്മൾ ഇന്ന് അപ്കമിംഗ് ആയിട്ടുള്ള നമ്മുടെ സെപ്റ്റംബർ 9 തൊട്ടിട്ട് നമ്മുടെ സീസൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സീസൽ എക്സാമിൽ നമ്മുടെ റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസാണ്. ഇന്ന് ഡേ 19 ഓൾറെഡി 18 ദിവസത്തെ ക്ലാസ്സസ് ചാനലിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ നമ്മുടെ ആൽഫബറ്റ്സ് ABCD എല്ലാം എഴുതി റെഡിയാക്കി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ 30 സെക്കൻഡ് സമയം തരും, ചെയ്ത് ആൻസർ പറയണം. കോഡിംഗ് ഡീകോഡിംഗിലെ ക്വസ്റ്റ്യൻ ആണ്. ചേസ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് IQGBK എന്നവർ തന്നിട്ടുണ്ട്. അതേപോലെ വെയിൽ എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് CQGUK എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഷ്യന്റ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് ആ തന്നിരിക്കുന്ന ജനറൽ റൂൾ അവിടെ ഫോളോ ചെയ്യുന്ന റൂളിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ആൻഷ്യന്റ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ് സമയമാണ്. ഓക്കെ അല്ലോ, നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ആൻഷ്യന്റ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചേസ്, ഞാൻ ചേസ് ആണ് എടുക്കുന്നത്. ചേസ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് അവരെന്താ തന്നേക്കുന്നത്? IQGBK. അപ്പൊ ഇനി എനിക്കറിയാം എന്താണ് ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ആൽഫബറ്റ് എങ്ങനെ, C എങ്ങനെ II, H എങ്ങനെ QI, A എങ്ങനെ GI, ഇത് നമുക്ക് ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ സിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സി മൂന്നാമതാണ് കിടക്കുന്നത്. സിക്ക് കറസ്പോണ്ടിങ് കോഡായിട്ട് അവർ തന്നത് I ആണ് അല്ലെ. അപ്പൊ I എവിടെ കിടക്കുന്നത്? 9ാമതാണ് I കിടക്കുന്നത്. അപ്പൊ എത്ര ഫ്രണ്ടിലേക്ക് ഞാൻ പോകണം? 6 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? Iയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ആൽഫബറ്റ് +6 ആണ് കോഡ്. അങ്ങനെയാണെങ്കിൽ +6 അല്ലെങ്കിൽ +6 -6 അങ്ങനെ എന്തെങ്കിലും ആണെന്ന് നോക്കാമല്ലോ നമുക്ക്. അടുത്ത് നോക്കാം, എച്ചും ക്യൂവും ആണ് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ H എവിടെ കിടക്കണേ? H 8ാമതായിട്ടാണ് കിടക്കുന്നത്. Hന്റെ കോഡ് എത്രയാ? Q ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 8ഉം Q എന്ന് പറയുമ്പോൾ 17 ആണ്. അപ്പൊ എത്ര വേണം? ഫ്രണ്ടിലേക്ക് 9 കൗണ്ട് ചെയ്ത് വരേണ്ടി വരും. അപ്പൊ രണ്ടാമത്തെ ആൽഫബറ്റിന്റെ കോഡ് +9 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി +6 -6 ഒന്നും അല്ല, +6 +9 എന്നാ വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഇത് വേരി ചെയ്യുന്ന 3 കൂടി പോകുന്ന സീരീസ് ആണെന്ന് നോക്കാലോ. മേ ബി അടുത്തത് ചിലപ്പോൾ +12 ആയിരിക്കും, അതിന്റെ അടുത്തത് +15 ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഡർ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എയും ജിയും തമ്മിലുള്ള കോഡ് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ A എന്ന് പറയുന്നത് 1ാമതാണ്, G എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? 7ാമതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി 1ഉം 7ഉം +6 ഞാൻ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 7ാമത് എടുക്കുന്ന എന്റെ ജിയിലേക്ക് എത്താൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആൽഫബറ്റ് എന്ത് തന്നെയാ? +6 തന്നെയാ കോഡ് വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി മേ ബി +6 +9 +6 +9 അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത് അല്ലെ. അത് കൺഫേം ചെയ്യാൻ വേണ്ടി എസും ബിയും കൂടെ നിങ്ങൾ നോക്കിക്കേ. എസ് എവിടെ എടുക്കുന്നത്? എസ് 19ാമതാണ് എടുക്കുന്നത്. ആ 19ൽ നിന്ന് ഞാൻ എത്ര കൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ബിയിലേക്ക് എത്താൻ പറ്റും? 9 കൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ബിയിലേക്ക് എത്താൻ പറ്റും അല്ലെ. അപ്പോൾ അത് എന്ത് സീരീസാ? +6 +9 +6 +9 6ഉം 9ഉം അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന, റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണത്. അപ്പോൾ അടുത്തതും എഗെയിൻ എന്ത് തന്നെയായിരിക്കും? +6 തന്നെയായിരിക്കും അല്ലെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കോഡ് കൺഫേം ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന വാക്കിന്റെ കോഡ് അതിൽ നിന്ന് നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ചോദിച്ചിരിക്കുന്ന വാക്ക് എന്താ? ആൻഷ്യന്റ് എന്ന് പറയുന്ന വാക്ക്, ആൻഷ്യന്റ് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്താ? ഫസ്റ്റ് ലെറ്ററിനോട് കൂടെ +6. അപ്പൊ എന്ത് വരും? എയുടെ കോഡ് ഇവിടെ ഓൾറെഡി നമുക്കറിയാം എയുടെ കോഡ് G ആണെന്നുള്ളത് അല്ലെ. +6 ചെയ്യുമ്പോൾ നമുക്ക് G കിട്ടും. അപ്പൊ ജിയിലായിരിക്കും എന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ആൻസറും ജിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതിന്റെ കോഡ് എന്തായിരിക്കും? എന്നിനോട് കൂടി ഞാൻ 9 കൂട്ടണം അല്ലെ. അപ്പൊ എന്നെ എവിടെ എടുക്കുന്നത്? ഇവിടെയാണ് 14ാമതായിട്ടാണ് എന്നെ എടുക്കുന്നത്. 9 കൂട്ടുക എന്ന് പറയുമ്പോൾ 23ാമത് എടുക്കുന്ന W ആയിരിക്കും അടുത്ത ലെറ്റർ. കോഡ് GW, എല്ലാത്തിലും GW ഉണ്ട്. അടുത്തതിന്റെ കോഡ് എന്തായിരിക്കും? എഗെയിൻ +6 ആയിരിക്കും അല്ലെ. അപ്പോൾ C +6 എന്ന് പറയുമ്പോൾ 9ാമത് എടുക്കുന്ന I ആയിരിക്കും. GWI. ഓക്കെ, എല്ലാത്തിലും GWI ഉണ്ട്. അടുത്ത എന്താ? +9, ഇവിടെയും +9 വരും അല്ലെ. അപ്പൊ Iയുടെ കൂടെ +9 ചെയ്യുമ്പോൾ 18ാമത് എടുക്കുന്ന R എനിക്ക് കിട്ടും. അടുത്ത് എന്ത് ചെയ്യണം? എഗെയിൻ +6 ചെയ്യേണ്ടി വരും. എന്ത് വരും? K വരും. എന്നിനോട് കൂടെ +9 ചെയ്യണം. എന്ന് 14ാമതാ 9 ചെയ്യുന്ന സമയത്ത് എഗെയിൻ W വന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇടയിലും കിടക്കുന്നുണ്ടോ? ടിയും കൂടി ഉണ്ടല്ലേ. W, ടിയുടെ കൂടെ +6 കൂടി ചെയ്യുമ്പോൾ Z വരും. അപ്പോൾ GWIRKWZ എന്നുള്ളതായിരിക്കും നമ്മുടെ കോഡ്. അതേതാ?
GWIR KWZ. നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്താ ഫോളോ ചെയ്തത്? +6+9 റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും റൂള് നോട്ട് ചെയ്തെടുക്കുക, അത് എങ്ങനെയാണ് അത് ചെയ്തെടുത്തേ, അങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 7, 7, 5, 15, 11. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക? കണ്ടുപിടിക്കുക. 30 സെക്കൻഡ് സമയം ഞാൻ തരാം. ടൈമർ സ്റ്റാർട്ട് ചെയ്തേ. എളുപ്പമുള്ളൊരു സീരീസ് ആണിത്, നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം അല്ല. നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കി. ഫസ്റ്റ് നോക്കിക്കേ, 2 നമ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക. 7, 7. അത് കഴിഞ്ഞിട്ട് 5 ഒന്ന് കുറഞ്ഞു, പിന്നെ 15, 11 പിന്നെയും കുറഞ്ഞു, പിന്നെ കുറഞ്ഞു പോകുന്ന സീരീസാണ്. അപ്പോൾ എന്തായാലും അവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും സൈനുകൾ വന്ന് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. നോക്കിക്കേ, ആദ്യം 7, 7 അവിടെ മാറ്റമൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? കുറഞ്ഞു, പിന്നെ കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി അല്ലേ. അപ്പോൾ പ്ലസ് മൈനസ് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ 7, 7, 5, 15 ഞാനത് ഇപ്പുറത്തേക്ക് എഴുതുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? 7 ഉണ്ട്, 7, 5, 15, 11, 55, 49, 343 ഡാഷ്. ബ്ലാങ്ക് സ്പേസിൽ എന്ത് വരുന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, 7 എങ്ങനെ 7 ആവും? ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. 7 × 1 ആണ് 7 എന്ന് പറയുന്നത്. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? 7 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ, നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 7നോട് കൂടെ 2 കുറച്ചാലല്ലേ എനിക്ക് 5ലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ×1 - 2. അടുത്ത് നോക്കിക്കേ, 5 എങ്ങനെ 15 ആവും? ×3 ചെയ്യേണ്ടി വരും അല്ലേ. ×3. അപ്പോൾ ഏകദേശം എനിക്ക് കോഡ് പിടികിട്ടിയത് നോക്കിക്കേ. ×1 - 2 ×3 അടുത്തെന്തായിരിക്കും? -4 ആയിരിക്കും അല്ലേ. ×1 - 2 ×3 -4 ×5 -6 അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആയിരിക്കും. നമുക്ക് കൺഫേം ചെയ്ത് നോക്കാം. അപ്പോൾ ×3 ചെയ്യുമ്പോൾ 15 കിട്ടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ കോഡ് പ്രകാരം അടുത്തത് -4 ചെയ്യേണ്ടി വരും അല്ലേ. -4 ചെയ്യുമ്പോൾ 15 - 4 11 തന്നെയാണ്, കറക്റ്റ് ആണ്. അടുത്ത് നോക്കിക്കേ, അടുത്തത് കോഡ് പ്രകാരം എന്ത് വരും? -4. നെക്സ്റ്റ് എന്താ? അടുത്ത റൂൾ എന്ന് പറയുന്നത്, അടുത്ത മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ×5 ആയിരിക്കും അടുത്തത് വരുന്നുണ്ടാവുക അല്ലേ. 11 × 5 എത്രയാ? 55 തന്നെയാണ്, കറക്റ്റ് ആണ്. അടുത്ത് നോക്കിക്കേ, -6 55ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 49 കിട്ടുന്നുണ്ട്. അടുത്ത് എന്താ? 49 × 7 ചെയ്യുമ്പോൾ 343 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നോക്കിയേ, ×7 വരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതിൻ്റെ കോഡ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി -8 ആയിരിക്കും അല്ലേ. -8 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 343ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാങ്ക് സ്പേസിൽ എന്ത് ആൻസർ വരും? 335. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ 335? ഉണ്ട് അല്ലേ. ഓപ്ഷൻ എ 335 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ റൂള്? നമ്മുടെ എണ്ണൽ സംഖ്യകൾ 1 2 3 4 ഉണ്ടല്ലോ, അതിന് അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാത്രം ഇങ്ങനെ കൊടുത്ത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ മൈനസ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ മൈനസ് അങ്ങനെ അവരൊരു പാറ്റേൺ ഫോളോ ചെയ്തു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും സൈൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ചെറിയ പോയിന്റ്സുകൾ നിങ്ങൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ 335 ആയിരിക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക്. അഗെയിൻ നമ്പർ സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 30 സെക്കൻഡ് സമയം. ഒന്നും പേന എടുക്കാതെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വലിയ നമ്പേഴ്സ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. എന്താ അവിടെ നടക്കുന്ന റൂൾ എന്താണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നോക്കാല്ലേ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? നോക്കിയേ, 18 74 290. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് എന്താ? ഇൻക്രീസ് ചെയ്ത് പോകുന്ന സീരീസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ചെറിയ ഇൻക്രിമെന്റ് ആണോ അവിടെ വരുന്നത്? അല്ല അല്ലേ, വലിയ ഇൻക്രിമെന്റുകളാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ആയിരിക്കും.
ഫോർ ഷുവർ. അപ്പോൾ അടുത്ത് നോക്കിയാൽ 18 18 74. അപ്പോൾ 18 ഇൻറ്റു 4 എത്രയാ? 72 72നോടുകൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 74 വരും. അതേപോലെ 74 ഇൻറ്റു 4 എത്രയായിരിക്കും? 296 ആയിരിക്കും അല്ലേ? 296നോട് കൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 298 വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം പിക്ക് ചെയ്തിട്ട് അത് മാത്രം ചെയ്തിട്ട് വേണമെങ്കിലും ആൻസർ കൺഫേം ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ? ഇൻറ്റു 18ന്റെ ടേബിൾ നമ്മൾ പഠിക്കുന്നതാണല്ലോ. ഇപ്പോൾ 74ന്റെ ടേബിൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും 18ന്റെ ടേബിൾ അറിയാമല്ലോ. അപ്പോൾ 18 ഇൻറ്റു 4 72 പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 74 കിട്ടും. അപ്പോൾ അത് തന്നെ ഇൻറ്റു 4 പ്ലസ് 2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഞാൻ അടുത്ത നമ്പറിൽ ഞാൻ അതുപോലെ പെർഫോം ചെയ്ത് നോക്കുന്ന സമയത്ത് 74 ഇൻറ്റു 4 296 പ്ലസ് 2 ചെയ്യുമ്പോൾ 298 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്ക് പേപ്പർ എടുത്ത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. 298 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 2 വരും അല്ലെ? 8 ഇൻറ്റു 4 32. സോ 2 വരും. 2നോട് കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്തത് നോക്കിക്കേ, 4 ഇൻറ്റു 4 16 അല്ലെ? അപ്പോൾ 6 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. 6നോട് കൂടെ 2 കൂട്ടുമ്പോൾ 8 ആയിരിക്കും ദേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ്റെ യൂണിറ്റ് ഡിജിറ്റുകൾ ഡിഫറെൻ്റ് അല്ലേ? അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ഇൻറ്റു 4 എത്രയാ? 2 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നുണ്ടാവുക. 8 പ്ലസ് 2 എന്ന് പറയും 4 ആയിരിക്കും. 8 ഇൻറ്റു 4 2 ആയിരിക്കും. 2 പ്ലസ് 2 എത്രയായിരിക്കും? 4 ആയിരിക്കും നമ്മുടെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുമ്പോൾ എന്താ? പ്രീവിയസ് നമ്പർ എന്താണോ അതിൻ്റെ കൂടെ ഇൻറ്റു 4 ചെയ്തിട്ട് അവർ പ്ലസ് 2 ചെയ്തപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടി. പ്രീവിയസ് നമ്പർ ഇൻറ്റു 4 പ്ലസ് 2 ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടുന്നുണ്ട്. അതായത് നോക്കിക്കേ, 18 ഇൻറ്റു 4 എത്രയാ? 72. ആ 72നോട് കൂടെ 2 കൂട്ടുമ്പോൾ 74 കിട്ടും. അതേപോലെ 74 ഇൻറ്റു 4 എത്രയാ? 296. 296 പ്ലസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 298 കിട്ടും. അതേപോലെ 4778 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 19 112 പ്ലസ് 2 ചെയ്യുമ്പോൾ 114 അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയിട്ട് പേനയും പേപ്പർ എടുക്കാതെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ ഒരു ഓപ്പറേഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 7 പേരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കാതെ ചെയ്യുക. എല്ലാവരും നോർത്ത് ഫേസിംഗ് ആണ്. 30 സെക്കൻഡ് സമയം. ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുക. എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എക്സ്ട്രീം റൈറ്റിലിരിക്കുന്ന ഏറ്റവും റൈറ്റ് എൻഡിൽ ഇരിക്കുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിർത്തിക്കോ. അത്രയും മതി നമുക്ക്. ബാക്കിയുള്ളവർ അറേഞ്ച് ചെയ്ത് ഇരുത്തണം എന്നില്ല. നമുക്ക് അവിടെ ആൻസർ മാത്രം കിട്ടിയാൽ മതി. നോക്കാമല്ലോ നമുക്ക് അല്ലേ? 7 പേരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും നമ്പർ ലൈൻ വരച്ചിട്ടോ ഡോട്ട് വരച്ചിട്ടോ എങ്ങനെ വേണേലും ഇരുത്താം. അപ്പോൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്പറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 എല്ലാവരും എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുക? എല്ലാവരും നോർത്ത് ഫേസിംഗ് ആണ് അല്ലേ? അപ്പോൾ എല്ലാവരും നോർത്ത് ഫേസിംഗ് ആണ്. ഇനി ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് നോക്കിയിട്ട് ഓരോരുത്തരായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഓൺലി 3 പീപ്പിൾ സിറ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡി. ഡി എവിടെ ഇരിക്കുന്നുവോ ഡിയുടെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ ആകെ 3 പേരെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡി എ എവിടെ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്? നോക്കിയേ, ഡി എ ഇവിടെ ഇരുത്തിയാലല്ലേ എനിക്ക് 3 പേരെ ലെഫ്റ്റിൽ ഇങ്ങനെ, ഇതല്ലേ ഡിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡി ഇവിടെ ഇരുത്തിയാൽ മാത്രമേ എനിക്ക് ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പേരെ? 3 പേരെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിയുടെ പൊസിഷൻ എനിക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടി. ഡി ദേ ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ? ഇനി ഡി എ വെച്ചിട്ട് വേറെ ആരുടെയും പറയുന്നുണ്ടോ നോക്കിക്കേ. ഓൺലി 2 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. 2 പേര് ഡിയുടെയും എയുടെയും ഇടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ 2 പോസിബിലിറ്റി വരുന്നുണ്ട് അല്ലേ? ഡി കറക്റ്റ് സെന്ററിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, 2 പേരെന്ന് പറയുമ്പോൾ ഈ 2 പ്ലേസിനെ വിട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് എ ഇവിടെ കൊണ്ടേ ഇരുത്താം. അല്ലെങ്കിൽ ഈ 2 പ്ലേസ് ഞാൻ വിട്ടിട്ട് എ എനിക്ക് വേണമെങ്കിൽ ഇവിടെയും കൊണ്ടുപോയിട്ട് ഇരുത്താം. 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 പോസിബിലിറ്റിയും അപ്പം തന്നെ വരച്ചെടുക്കുക, എഴുതിയെടുക്കുക. സമയം കളയാൻ നിൽക്കണ്ട, ഒരുമിച്ച് ചെയ്തു പോവുക. അപ്പോൾ അടുത്തത് എന്താ? എയെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വേറെ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എ ഇനിയിപ്പോൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് എനിക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ എയെ വെച്ചിട്ട് വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അപ്പോൾ എന്താ പറയുന്നത് നോക്കിക്കേ. G sits to the immediate right of E, but somewhere to the left of
എ. അല്ല എന്താ പറയുന്നത്, ജി എന്ന് പറയുന്നത് ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എയുടെ ലെഫ്റ്റ്, ഏതോ ഒരു ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് അല്ല, പക്ഷേ എയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ആയിരിക്കുന്നത്, ജി ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയെ ഞാൻ എവിടെ പ്ലേസ് ചെയ്താലാണ് എയുടെ ലെഫ്റ്റ് സൈഡിൽ ജി എയും ഇ എയൊക്കെ എനിക്ക് ഇരുത്താൻ പറ്റുക? എവിടെ ഇരുത്തണം? എയെ ഞാൻ ഇവിടെ ഇരുത്തിയാലല്ലേ എനിക്ക് എയുടെ ലെഫ്റ്റ് സൈഡിൽ ഇവരെയൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഞാൻ എയെ ഇവിടെ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് അവരെ ഇരുത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ എയുടെ പൊസിഷൻ ഇവിടെ ആവില്ല, എയുടെ പൊസിഷൻ അവിടെ തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ആക്ച്വലി ഇത്രയും മതി. ബാക്കി നിങ്ങൾക്ക് ബാക്കിയുള്ളവർ ഇരുത്തണം എന്ന് പോലും ഇല്ല. ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കണേ, ആരാണ് എക്സ്ട്രീം റൈറ്റ് എൻഡിൽ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്ട്രീം റൈറ്റ് എൻഡിൽ ആരാ ഇരിക്കുന്നത്? എക്സ്ട്രീം റൈറ്റ് എൻഡിൽ എ ആണെന്നുള്ളത് എനിക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആരായിരിക്കും? എ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, എ. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി എന്താ പറയുന്നത്, ഓരോന്നോരോന്നായിട്ട് ഇനി ബാക്കിയുള്ളവർ ഇരുത്തി തുടങ്ങുക. Only 2 people sit between D and A. Okay. B sits fifth to the right of C. C എവിടെ ഇരിക്കുന്നുവോ സിയുടെ റൈറ്റ് സൈഡിൽ അഞ്ചാമതായിട്ടാണ് നമ്മുടെ ബി ഇരിക്കുന്നത് അല്ലേ. ബി സിറ്റ്സ് ഫിഫ്ത്ത് ടു ദി റൈറ്റ് ഓഫ് സി. അപ്പോൾ സപ്പോസ് സിയെ ഞാൻ ഇവിടെ ഇരുത്തുവാണെങ്കിൽ 1 2 3 4 5 ബി എനിക്ക് ഇവിടെ ഇരുത്താൻ പറ്റും. കറക്റ്റ് അല്ലേ. സി ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ സിയുടെ റൈറ്റിൽ എനിക്ക് ബി ഇരുത്താൻ പറ്റി. ഇനി അടുത്ത എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ജി സിറ്റ്സ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇമ്മീഡിയറ്റ് റൈറ്റിൽ എനിക്ക് ഇ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഇയെ ഇവിടെ ഇരുത്തിയാലല്ലേ എനിക്ക് ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ എനിക്ക് ജിയെ ഇവിടെ ഇരുത്താൻ പറ്റുള്ളൂ അല്ലേ. കറക്റ്റ് ആണ്. ഇനി ആകെ ഒരു പൊസിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ആരായിരിക്കും? എഫ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? സി ഇ ജി ഡി എഫ് ബി എ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അതൊന്നും വരയ്ക്കണമെന്നില്ല, ആരാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് വായിച്ച് നോക്കിയിട്ട് മാത്രം ഓപ്ഷൻസ് മാർക്ക് ചെയ്തിട്ട് പോവുക. ഓപ്ഷൻ സി എ ആയിരിക്കും നമ്മുടെ എക്സ്ട്രീം എൻഡിലിരിക്കുന്ന ആളെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് അത്യാവശ്യം വൊക്കാബ് ഉണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഹോക്കി എന്ന് പറയുന്ന വാക്കിൽ നിന്നും ഞാൻ സെക്കൻഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് ആ 4 ലെറ്റേഴ്സ് പിക്ക് ചെയ്തെടുത്തിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എത്ര മീനിങ് ഫുൾ അല്ലാത്തെന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയി അല്ലേ. മീനിങ് ഫുൾ ആയിട്ടുള്ള എത്ര വാക്കുകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. മീനിങ് ഫുൾ. നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന വാക്ക് എന്താ? ഹോക്കി. HOCKEY. ഇതിൽ നിന്ന് ഞാൻ എന്തൊക്കെ വാക്കുകൾ എടുക്കണം, എന്തൊക്കെ ലെറ്ററുകൾ എടുക്കണം? രണ്ടാമത്തെ O എടുക്കണം. എഗെയിൻ അടുത്ത എന്താ? ഫോർത്ത് എന്ന് പറയുമ്പോൾ കെ എടുക്കണം. ഫിഫ്ത്ത്, സിക്സ്ത്ത് അല്ലേ. ഫിഫ്ത്ത്, സിക്സ്ത്ത്. അപ്പോൾ O ഉണ്ട് എൻ്റെ കയ്യിൽ, കെ ഉണ്ട് എൻ്റെ കയ്യിൽ, ഇ ഉണ്ട് എൻ്റെ കയ്യിൽ, വൈ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിനെ വെച്ചിട്ട് എനിക്ക് ഈ 4 ലെറ്ററുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള എത്ര വാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വാക്കല്ല അല്ലേ. ഓക്കെ AY ആണെങ്കിൽ പിന്നെ ഓക്കെ EY ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വൊക്കാബ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ഒരു വാക്ക് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഏതാ ആ വാക്ക്? യോക്ക് എന്ന് പറയുന്ന വാക്ക്. യോക്ക് എന്താ? നമ്മൾ ഈ പണ്ട് പാടങ്ങളിൽ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നുകം പോലെ, കലപ്പയല്ല, നുകം പോലെ നമ്മൾ ഈ പോത്ത് അല്ലെങ്കിൽ എന്താണോ അത് പോകുന്നത്, നിലം ഉഴാൻ വേണ്ടി പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ തലയുടെ സൈഡിലായിട്ട് ഇടുന്ന ആ ഒരു മരത്തിൻ്റെ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഈ യോക്ക് എന്ന് പറയുന്നത്, നുകം. അപ്പോൾ ഈ യോക്ക് എന്ന് പറയുന്ന ഒരേ ഒരു വാക്ക് എന്ത് പറ്റുള്ളൂ? ഈ തന്നിരിക്കുന്ന OKEY എന്ന് പറയുന്ന 4 ലെറ്റർ കൊണ്ട് എനിക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരേ ഒരു വാക്ക് മാത്രമേ ഇവിടെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? നമ്മുടെ ഓപ്ഷൻ സി അല്ലേ. ഒരേ ഒരു വാക്കേ ഇവിടെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വൊക്കാബ് ഉണ്ടെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റീഅറേഞ്ച് ചെയ്യണം അല്ലേ. പ്ലസും മൈനസും റീഅറേഞ്ച് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക? 30 സെക്കൻഡ് സമയം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത് അല്ലേ? എന്തായിരിക്കും വരുന്നുണ്ടാവുക? എന്തൊക്കെയാ മാറ്റണ്ടേ? പ്ലസിനെയും മൈനസിനെയും ഞാൻ ഇന്റർചേഞ്ച് ചെയ്യും, മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷനെയും ഞാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും?
161, ഡിവിഷൻ്റെ അവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു ഇൻറ്റു 4, പ്ലസിൻ്റെ അവിടെ മൈനസ് വന്നു -75, ഇൻറ്റൂൻ്റെ അവിടെ എഗൈൻ എന്ത് വന്നു? ഡിവിഷൻ വന്നു, ഡിവിഷൻ 5 പ്ലസ് 4 എത്രയാണെന്നുള്ളത് കണ്ടെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം? നമ്മുടെ ബോർഡ് മാസ് റൂൾ പ്രകാരം അതേ ഓർഡറിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇത് വേണമെങ്കിൽ എനിക്ക് ആദ്യം ചെയ്തെടുക്കാം. 644. ഇവിടെ എന്തെന്ന് വരും? 75 ഡിവൈഡഡ് ബൈ 5 15 അല്ലേ? -15 പ്ലസ് 4 അതായത് എത്രയാ? 644 മൈനസ് 11 633 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ? 633. ഓപ്ഷൻ എ ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. നോട്ട് ചെയ്തെടുക്കുക. 633 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എഗെയിൻ സെയിം ആണ്, പ്ലസും മൈനസും അതേപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. എന്തായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? 30 സെക്കൻഡ് സമയം. ചെയ്ത് നോക്കാം അല്ലേ? എന്തായിരിക്കും? 163, ഡിവിഷൻ്റെ അവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു ഇൻറ്റു 3, പ്ലസിൻ്റെ അവിടെ മൈനസ് വന്നു 147, മൾട്ടിപ്ലിക്കേഷൻ അവിടെ എഗെയിൻ എന്ത് വന്നു? ഡിവിഷൻ വന്നു 7 പ്ലസ് 1 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഏത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആദ്യം ചെയ്തു പോവുക. അപ്പോൾ 489 മൈനസ് ഇത് എത്രയാണെന്ന് വരും? 21 പ്ലസ് 1 അതായത് 489 മൈനസ് 20 469 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ചെയ്ത് ഇങ്ങനെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ബോർഡ് മാസ് റൂൾ പ്രകാരം മാത്രം ഫസ്റ്റ് ഓപ്പറേഷൻസ് ചെയ്തു പോകുക. ആദ്യം ഡിവിഷൻ ചെയ്യുക, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ പ്ലസ് മൈനസ് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. കോഡിംഗ് ഡീകോഡിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. എന്തായിരിക്കും വരുന്നുണ്ടാവുക? ബട്ടർ എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് അവർ തന്നിട്ടുണ്ട്, CWWSCO. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കിയിട്ട് റൂൾ കൺഫേം ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന വാക്കിന്റെ കോഡ് നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ടർ അല്ലേ? BUTTER. ഈ വാക്കിന്റെ കോഡ് തന്നിരിക്കുന്നത് CWWSCO. അപ്പോൾ എങ്ങനെ നോക്കിയേ? ഫസ്റ്റ് ഓരോരോ കറസ്പോണ്ടിങ് ആൽഫബറ്റുകളുടെ കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബി എങ്ങനെ സി ആവും? +1 ചെയ്താൽ മതി, എനിക്ക് സിയിലേക്ക് എത്താൻ പറ്റും. യു എങ്ങനെ W ആവും? നോക്കിക്കേ, യു എങ്ങനെ W ആവും? 2 ഫ്രണ്ടിലേക്ക് വന്നാൽ മതി അല്ലേ? UVW. അപ്പോൾ +2 ചെയ്യണം. അപ്പോൾ +1 +2, അപ്പോൾ +3 +4 അങ്ങനെ ആവാം, അല്ലെങ്കിൽ +1 +2 തന്നെ റിപ്പീറ്റ് ആവും അല്ലേ? അപ്പോൾ എങ്ങനെ വേണേലും ആവാം. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. Tയും W എന്താ? Tയും W 3 ഫ്രണ്ടിലേക്ക് വരണം അല്ലേ? +3 ആണ്. അപ്പോൾ ഇനിയിപ്പോൾ +1 +2 +3 +4 +5 +6 ആയിരിക്കും. നോക്കിയേ, ടിയും എസ് നോക്കിക്കേ, ടിയും എസ് എന്താ? ഒന്ന് പുറകിലേക്ക് പോവുക ചെയ്യണത് അല്ലേ? +4 അല്ല അവിടെ വന്നത്, -1 വന്നിരിക്കുന്നത് അല്ലേ? ടിയും എസും തമ്മിൽ എന്താ? ടിയിൽ നിന്നും ഒന്ന് പുറകിലേക്ക് പോയാലേ എസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ -1 ആണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ +1 +2 +3 -1 -2 -3 അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇയും സിയും തമ്മിൽ നോക്കിക്കേ, ഇയിൽ നിന്നും 2 പുറകിലേക്ക് വന്നാലല്ലേ എനിക്ക് സിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ശരിയാണ്. എന്താ മനസ്സിലായത്? 1 2 3 ആദ്യം കൂട്ടി പിന്നെ കുറയ്ക്കുക ചെയ്യുന്നത്. -1 -2 6 ഓയും നോക്കിക്കേ, 6 18ആമതാ, O 15ആമതാ. 18 -3 അല്ലേ 15 എന്ന് പറയുന്നത്. അപ്പോൾ 3 പൊസിഷൻ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഓയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കോഡ് കൺഫേം ആയി. എന്താണ്? +1 +2 +3 -1 -2 -3
വേണമെങ്കിൽ ആ തിയറി എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് നിങ്ങൾക്ക് അതേപോലെ ഒന്ന് എഴുതിയെടുത്ത് നോക്കുന്ന സമയത്ത് UJHNPV കിട്ടുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ലേറ്റന്റ് എന്ന് പറയുന്ന വാക്കിന്റെ കോഡ് നമുക്ക് ഇതേപോലെ എഴുതുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ലേറ്റന്റ്. അപ്പൊ L ആണ് ഫസ്റ്റ്, +1 ചെയ്യണം, M ആയിരിക്കും വരുന്നുണ്ടാവുക. എയോട് കൂടെ 2 കൂട്ടണം, +2 ചെയ്യുമ്പോൾ C ആയിരിക്കും വരുന്നുണ്ടാവുക. ടിയോട് കൂടെ 3 കൂട്ടുന്ന സമയത്ത് എന്തെന്ന് വരും? W ആയിരിക്കും വരുന്നുണ്ടാവുക. ഇയോട് കൂടെ എന്ത് ചെയ്യണം? ഇനി +4 ആണോ? അല്ല, -1 ചെയ്യണം അല്ലേ? -1 ചെയ്യുമ്പോൾ D വരും. എന്നിനോട് കൂടെ എന്ത് ചെയ്യണം? -2 ചെയ്യണം, L വരും. ടിയോട് കൂടെ -3 ചെയ്യണം, ആര് വരും? Q വരും. അപ്പൊ എന്താ കോഡ് വന്നേ? MCWDLQ. MCWDLQ. അപ്പൊ അത് ഏത് ഓപ്ഷനാ? MCWDLQ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ എ ആണ് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. MCWDLQ. ഫോളോ ചെയ്ത റൂൾ എന്ന് പറയുന്നത് +1 +2 +3 -1 -2 -3. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. നമ്പർ സീരീസ് ആണ്. സെക്കൻഡ് സമയം ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. -31 97 -259 355 461. എന്തായിരിക്കും വരുന്നുണ്ടാവുക? ചുമ്മാ ഡിഫറൻസുകൾ എടുത്തു നോക്കാം ആദ്യം നമുക്ക് അല്ലെ. ഡിഫറൻസുകൾ എടുത്ത് നോക്കിക്കേ. 31 97 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം 31 97 ബ്ലാങ്ക് സ്പേസ് 259 355 461. ആദ്യം നമുക്ക് ഡിഫറൻസുകൾ എടുത്തു വെക്കാം. ഫസ്റ്റ് 97 - 31 എത്രയാന്ന് വരും? 66 വരും അല്ലേ? ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് നമ്പർ ഇല്ല, ഇവിടെയും അറിയില്ല. ഇവിടുത്തെ ഡിഫറൻസുകൾ എടുത്ത് നോക്കുമ്പോൾ എത്രയാന്ന് വരും? 96. 355 - 259 96 ആണ്. അതേപോലെ ഇവിടുത്തെ ഡിഫറൻസ് നോക്കിക്കേ. 461 - 355 എത്രയായിരിക്കും? 6 0 1 106 അല്ലെ? അപ്പൊ ഇവിടെ എനിക്ക് എന്തോ ഒരു ചെറിയൊരു പാറ്റേൺ മനസ്സിലാവുന്നുണ്ട്. 66 ഉണ്ട്, 96 106 ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും ചിലപ്പോൾ 76 86 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ ഓർഡറിൽ അല്ലെ? +10 +10 66 + 10 76 76 കൂടെ ഞാൻ +10 കൂട്ടുന്ന സമയത്ത് എനിക്ക് 86 കിട്ടി. എഗെയിൻ 10 കൂട്ടുന്ന സമയത്ത് 96, എഗെയിൻ 10 കൂട്ടുമ്പോൾ 106. അപ്പൊ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ 76 86 ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 97 കൂടെ +76 ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും നിങ്ങൾക്ക് ആൻസർ വരുന്നുണ്ടാവുക? എത്രയായിരിക്കും? 173. 173 അല്ലേ വരിക? 97 + 76. ഒന്നുകിൽ 97 + 76 കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 259 - 86 ചെയ്യാം അല്ലെ? ഇവിടെ നിന്ന് 76 കൂട്ടിയപ്പോഴാണല്ലോ ഈ നമ്പർ കിട്ടിയത്. ആ നമ്പറിനോട് കൂടെ 86 കൂട്ടുമ്പോഴല്ലേ അത് കിട്ടുന്നത്. അപ്പൊ അതേ നമ്പറിനോട് കൂടെ 86 കുറച്ച് കഴിഞ്ഞാലും ഈ നമ്പറിലേക്ക് എത്താൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. 97 + 76 എത്രയാന്ന് വരും ആൻസർ? 173. 173 ഓപ്ഷൻ ഡി. 173 ആയിരിക്കും ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ചുമ്മാ ഡിഫറൻസ് എടുത്ത് നോക്കി. ഡിഫറൻസുകളുടെ ഡിഫറൻസ് കോൺസ്റ്റന്റ് നമ്പർ ആയിരുന്നു, 10 ആയിരുന്നു അല്ലെ? ഡിഫറൻസ് 66 76 86 96 106. അവരുടെയും ഡിഫറൻസ് എന്താ കിട്ടിയത്? 10. എല്ലാം 10 ആയിരുന്നു അല്ലെ? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്കുക. IYMV JXNU. അപ്പോൾ എഴുതിയെടുക്കാം. ഞാൻ ഇവിടെ താഴെയായിട്ട് എഴുതാം. IYMV JXNU LVPS. ഇവിടത്തെ നമുക്കറിയില്ല, ബ്ലാങ്ക് സ്പേസ് ആണ്. അതിന് ശേഷം വരുന്ന കോഡ് എന്താ? SOWL. അപ്പോൾ നോക്കിക്കേ, IYMV കറസ്പോണ്ടിങ് ഫസ്റ്റ് ആൽഫബറ്റുകൾക്ക് എന്തെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോഡ് ഉണ്ടോ നോക്കാം. I എങ്ങനെ J ആവും? ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ? IJ. ഇത് നോക്കിക്കേ, IJ അടുത്തടുത്ത് കിടക്കുന്ന ആൽഫബറ്റുകളാണ്. അടുത്തത് Y എങ്ങനെ X ആവും?
വൈ എങ്ങനെ എക്സ് ആവും നോക്കിക്കേ. വൈ എവിടെ കിടക്കുന്നേ? ഇവിടെ കിടക്കുന്നേ. എക്സ് തൊട്ട് പുറകിലാ കിടക്കണേ അല്ലെ, എക്സ് വൈ സെഡ് അല്ലേ. അപ്പൊ വൈനോട് കൂടെ എനിക്ക് -1 ചെയ്യുമ്പോൾ എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? എക്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ +1 -1 റിപ്പീറ്റ് ചെയ്ത് വരികയാണോ നമുക്ക് നോക്കാം അല്ലെ. +1 റിപ്പീറ്റ് ചെയ്ത് വരികയാണോ നോക്കാം. അപ്പൊ ഇത് എം എൻ എന്ന് പറയുമ്പോൾ mn അല്ലെ, +1 വേണം. വിയും യു എന്ന് പറയുമ്പോൾ എന്താ? ടി യു വി. വിയുടെ ഒന്ന് പുറകിലാണ് നമ്മുടെ യു എടുക്കുന്നത്. അപ്പൊ അവിടെ -1 ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി +1 -1 +1 -1 അല്ലെ. +1 -1 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പൊ അടുത്തത് അതുപോലെയാണോ നോക്കാം. ജെയും എല്ലും ജെ കെ എൽ രണ്ട് ഫ്രണ്ടിലേക്ക് വരണം. അവിടെ +2 ആണ്. അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും ഇവിടേക്ക് +1 -1 +1 -1 ആയിരുന്നല്ലോ, അതേപോലെ ഇവിടെ +2 -2 +2 -2 ആവാം, പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എക്സും വിയും തമ്മിലുള്ള കോഡ് നോക്കിക്കേ. എക്സ് 24ാമതാണ്, വി 22ാമതാ. രണ്ട് പുറകിലേക്ക് വരണം. -2. അപ്പൊ എനിക്ക് ഉറപ്പാണ് +2 -2 +2 -2 റിപ്പീറ്റിംഗ് സീരീസ് ആയിരിക്കും ഇത്. അപ്പൊ എന്നും എൻ കഴിഞ്ഞിട്ട് ഓ കഴിഞ്ഞിട്ടാണല്ലോ പി വരുന്നത്. അപ്പൊ ഇവിടെ +2 യു രണ്ട് പൊസിഷൻ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എസിലേക്ക് എത്താൻ പറ്റുള്ളൂ, -2. അപ്പൊ മനസ്സിലായി +1 -1 +1 -1 +2 -2 +2 -2. അടുത്തെന്ത് തന്നെയായിരിക്കും? +3 -3 +3 -3 ആയിരിക്കും. ചെയ്ത് നോക്കാം. എല്ലാണ് കിടക്കുന്നത്. എല്ലിനോട് കൂടെ +3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ഓ വരും അല്ലെ, LMN ഓ വന്നു. അടുത്തത് വിയിൽ നിന്ന് -3 എന്ന് പറയുമ്പോൾ എന്ത് വരും? എസ് വരും അല്ലെ, എസ് വരും. അതിനുശേഷം പിയോട് കൂടെ +3 ചെയ്യുമ്പോൾ എഗെയിൻ എസ് വരും. എസിനോട് കൂടെ -3 ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പി വരും അല്ലെ, പി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഡ് എന്താ കിട്ടിയത്? OSSP. OSSP ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ കിട്ടിയ OSSPയോട് കൂടെ ഇനി അടുത്തത് എന്താ കോഡ്? +4 ചെയ്ത് കഴിഞ്ഞാൽ ഓയോട് കൂടെ +4 ചെയ്ത് കഴിഞ്ഞാൽ എസ് കിട്ടി. ഇവിടെ -4 ചെയ്ത് കഴിഞ്ഞാൽ ഓ കിട്ടി. എസിനോട് കൂടെ +4 ചെയ്യുമ്പോൾ W കിട്ടി. പിയോട് കൂടെ -4 ചെയ്യുമ്പോൾ എനിക്ക് L കിട്ടി അല്ലെ. അപ്പോൾ +1 -1 +2 -2 +3 -3 +4 -4 റിപ്പീറ്റിംഗ് സീരീസ് ആണ്. കറക്റ്റ് ആൻസർ എത്ര കിട്ടിയത്? OSSP. ഏത് ഓപ്ഷനാണ് നമ്മുടെ? 4ാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ ഡി. OSSP ആയിരിക്കും ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ റൂൾ എഴുതിയെടുക്കുക നിങ്ങൾ. റൂളാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇതേപോലെയുള്ള അടുത്തൊരു 10 ക്വസ്റ്റ്യനുമായിട്ട് നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.